ബഹ്റൈനിൽ നിന്ന് ഇറാന് നേരെ ആക്രമണം കനക്കുകയാണെങ്കിൽ ബഹ്റൈൻ സൗദി പാലം ഇറാൻ തകർക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സർവ്വ മേഖലയിലും നാശമുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് അമേരിക്ക ഇറാനിൽ ചെയ്യുന്നത് എന്നും അതിൻ്റെ ഒരു ആവർത്തനം വീണ്ടും ഉണ്ടാകുന്നൊരു സാഹചര്യം വന്നാൽ സമാനമായ രീതിയിലുള്ള തിരിച്ചടി അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തും എന്ന് മുൻപ് പറയപ്പെട്ടതിൻ്റെ തുടർച്ചയായ രീതിയിൽ തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഇത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. അഥവാ മനുഷ്യ നിർമ്മിതമായിരിക്കുന്ന ഏതൊരു പ്രവൃത്തി ഉണ്ടെങ്കിലും അത് തീർച്ചയായിട്ടും തങ്ങൾക്ക് ഇരയാകുമെന്നും തങ്ങൾ അതിന് നാശം വിതക്കുമെന്നുമാണ് ഇറാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ജനനിബിഡമായിരിക്കുന്ന മേഖലയിൽ പോലും ആക്രമിക്കുന്ന തരത്തിലേക്ക് അമേരിക്ക തരം താണിരിക്കുന്നു. ഇസ്രായേലിനെ പഠിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത്. യുദ്ധം എന്ന് പറയുന്ന സമയത്ത് സൈനികർക്കും അതിൻ്റെ സംവിധാനത്തിനും നേരെയാണ് ആക്രമണം നടത്താറുള്ളത്. അമേരിക്ക നേരെ തിരിച്ചാണ്. ഇസ്രായേൽ ആണ് അത് തുടങ്ങി വെച്ചത്. ജനനിബിഡമായിരിക്കുന്ന ഏരിയകൾ ആക്രമിച്ചുകൊണ്ട് മരണസംഖ്യ കൂട്ടി അത് തങ്ങളുടെ വിജയമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി ഇസ്രായേൽ മുൻപേ ആരംഭിച്ചതാണ്. ഇപ്പോൾ അത് അമേരിക്കയും ചെയ്യുന്നു എന്ന് ചുരുക്കം. തകർക്കാൻ പറ്റാത്ത വിധം ശക്തരാണ് ഇസ്രായേലിൻ്റെ സൈനിക സംവിധാനം എന്ന് മനസ്സിലാക്കിയ അമേരിക്ക പിന്നീട് ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്ന സമയത്ത് അത് എണ്ണം പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടി സാധിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ആവർത്തിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് ചുരുക്കം. ഇറാൻ അതിന് ശക്തമായിരിക്കും തിരിച്ചടി നൽകിയിരിക്കുന്നു. തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണം നടത്തുന്ന രാജ്യങ്ങളും അതോടൊപ്പം തന്നെ തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണം നടത്താൻ വേണ്ടി സഹായം നൽകുന്ന രാജ്യങ്ങളും രണ്ടും തങ്ങളുടെ ശത്രുക്കൾ തന്നെയാണ്. അതിനനുസരിച്ചുള്ള സമീപനമായിരിക്കും തിരിച്ച് ഉണ്ടാവുക എന്ന് അമേരിക്ക മനസ്സിലാക്കണം, അറേബ്യൻ രാജ്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു വെക്കുന്നു. അഥവാ അറേബ്യൻ സൈനിക ബേസിൽ നിന്ന് അമേരിക്കയെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് ശക്തമായിരിക്കുന്ന പ്രതികരണങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോഴത്തെ സങ്കീർണമായിരിക്കുന്ന സ്ഥിതി കാര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലൊരു വിജയം കാണിച്ചുകൊണ്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് സൈനികരെ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നു. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ ശ്വാസത്തിലാണ്, അവസാനത്തെ പോരാട്ടത്തിലാണ്. ആ പോരാട്ടത്തിൽ തീർച്ചയായിട്ടും ഇറാൻ ജയിക്കുക തന്നെ ചെയ്യും എന്ന് അവർ ഉറപ്പായിട്ടും പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് പാലങ്ങൾ തകർക്കുക, ആശുപത്രി സമുച്ചയങ്ങൾ തകർക്കുക, ജനനിബിഡമായിരിക്കുന്ന ഏരിയകളിൽ കൊണ്ടുപോയി ബോംബിടുക, ഇത്തരം വളരെ മോശപ്പെട്ട പ്രവർത്തികൾ, അതായത് യുദ്ധക്കുറ്റം ചുമർത്താൻ പറ്റുന്ന പ്രവൃത്തികളാണ് അമേരിക്ക ചെയ്യുന്നത്. യുദ്ധത്തിനിടയിലുള്ള മര്യാദകളും നീതി സംവിധാനങ്ങളും തകർക്കപ്പെട്ടിരിക്കുന്നു അമേരിക്ക. എന്താണോ അവർ പറയുന്നത് അത് മാത്രം ശരിയും മറ്റുള്ളവർ എന്താണോ പറയുന്നത് അത് മുഴുവൻ തെറ്റുമാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് ഇപ്പോഴും അമേരിക്ക മാറിയിട്ടില്ല എന്ന് ചുരുക്കം. അതുകൊണ്ട് കുടിവെള്ളം അടക്കമുള്ള ജനോപകാരപ്രദമായിരിക്കുന്ന സംവിധാനങ്ങളെല്ലാം അറേബ്യൻ രാജ്യങ്ങളിൽ നിലവിലുള്ളത് കടലിനെ ആശ്രയിച്ചാണ്. അപ്പോൾ കടലിലെ വെള്ളം ശുദ്ധീകരിച്ചുകൊണ്ട് കുടിവെള്ളമാക്കി മാറ്റുന്ന സംവിധാനമാണ് അറേബ്യൻ രാജ്യങ്ങളിൽ ഒട്ടുമിക്ക മേഖലകളിലും ഉള്ളത് എന്നതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തും എന്നാണ് യഥാർത്ഥത്തിൽ അമേരിക്ക പറഞ്ഞു വെക്കുന്നത്, ഇറാൻ പറഞ്ഞു വെക്കുന്നത്. അഥവാ തങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ സൈനിക ബേസ് മാത്രമല്ല, അമേരിക്കക്ക് സഹായം നൽകുന്ന രാജ്യങ്ങൾക്കകത്ത് അവരുടെ ദൈനംദിനം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെ ഉണ്ടോ അതിനെ പോലും തങ്ങൾ ലക്ഷ്യം വെക്കുമെന്ന് യഥാർത്ഥത്തിൽ ഇറാൻ പറഞ്ഞിരിക്കുകയാണ്.
അതിൻ്റെ ഒരു തുടർ ചലനങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവുന്നതാണ്. അത് സർവ്വ മേഖലയിലും വലിയ രീതിയിലുള്ള സുരക്ഷിതത്വം ഇപ്പോൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് സുരക്ഷിതത്വം ഇരട്ടിയാക്കി എന്നാണ് ഒരു റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത്രയ്ക്ക് സങ്കീർണമാണ് ഇപ്പോഴത്തെ സ്ഥിതി കാര്യം എന്ന് പറയുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ നിലനിൽപ്പിന് വേണ്ടിയിട്ട് വലിയ യുദ്ധം ചെയ്യുന്നു. ആ യുദ്ധത്തിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ അത് രണ്ടും നടക്കുന്ന ഒരു വിഷയമായിട്ട് തോന്നുന്നില്ല എന്നൊക്കെയാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ മറ്റു ലോക രാജ്യങ്ങളുടെ വലിയ സഹായം, അതായത് റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും വലിയ സഹായം ഇറാനുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ സഹായമില്ലെങ്കിൽ ഒരിക്കൽ പോലും ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു തിരിച്ചടി ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കില്ല എന്നുള്ളിടത്താണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൈനിക ബേസ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമണത്തിന് പുറമെ അതാത് രാജ്യത്തുള്ള അവരുടെ ജീവിതോപാധിയെ ലക്ഷ്യം വെച്ചുകൊണ്ടും തങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ഈ യുദ്ധം ഇറാൻ എന്താണോ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതും അതിനിടയിലുള്ള മാനുഷികപരമായിരിക്കുന്ന ഒരു പരിഗണനയൊന്നും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ ഈ കാര്യത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം നിലനിൽക്കുന്ന സ്ഥിതികൾ സങ്കീർണമായിട്ട് തന്നെ തുടരുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അടിക്ക് തിരിച്ചടി എന്ന തരത്തിൽ തന്നെയാണ് ഇറാൻ ഇപ്പോൾ ഇത്തരം പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. സർവ്വ മേഖലയിലും അമേരിക്ക ആക്രമിക്കുന്ന സമയത്ത് സമാനമായിരിക്കുന്ന തിരിച്ചടികൾ സർവ്വ മേഖലയിലും ഇറാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ UAE പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം തങ്ങളുടെ രാജ്യത്തുള്ള സാമ്പത്തിക മേഖല, സുരക്ഷാ മേഖല, അതോടൊപ്പം തന്നെ ടൂറിസം മേഖല ഇതെല്ലാം വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതും ഇതിനെ അതിജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, യുദ്ധവിരാമം അനിവാര്യമാണ് എന്നുള്ളതും ആ കാര്യത്തിൽ രണ്ടു കൂട്ടരും സഹകരിക്കണം എന്നുള്ളതും കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇറാൻ സഹകരിക്കണം, അതോടൊപ്പം തന്നെ അമേരിക്ക സഹകരിക്കണം. രണ്ട് സഹകരണങ്ങൾ സംയുക്തമായി ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഇപ്പോഴത്തെ പ്രതിസന്ധി അവസാനിക്കുകയുള്ളൂ എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ഈ പ്രതിസന്ധിയെ അല്ലെങ്കിൽ ഈ വിഷയത്തെ ഇല്ലാതാക്കാൻ, ലഘൂകരിക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും യഥാർത്ഥത്തിൽ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. വൻ തോതിൽ ആയുധങ്ങൾ ഇറാനിലേക്ക് ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ തന്നെ ചില റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. ചൈനയുടെയും അമേരിക്കയുടെയും വൻ പ്രതിരോധ സംവിധാനം അടക്കമുള്ള ആയുധ ശേഖരങ്ങൾ വീണ്ടും വീണ്ടും ഇറാനിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ മുൻപിൽ തോൽക്കാൻ പാടില്ല എന്നുള്ള ഒരു കൃത്യമായിരിക്കുന്ന നിലപാട് അമേരിക്കക്കുണ്ട്. പല യുദ്ധത്തിലും പങ്കെടുത്ത, പല പ്രതിസന്ധിയിലും രാജ്യത്തെ സംരക്ഷിച്ച പല സൈനിക നേതൃത്വത്തിൻ്റെയും ആളുകൾ യഥാർത്ഥത്തിൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് വല്ലാത്ത സങ്കീർണമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അമേരിക്ക ജയിക്കാത്ത ഒരു യുദ്ധത്തിൻ്റെ മുനമ്പിലാണ് ഇപ്പോൾ അവരുള്ളത്. അവരെ ജയിപ്പിച്ചെടുക്കണമെങ്കിൽ വലിയ പണിയുമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് സ്ഥിതി എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രതിസന്ധി യഥാർത്ഥത്തിൽ രാജ്യം അനുഭവിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് അമേരിക്കയെക്കുറിച്ച് തന്നെ പറയപ്പെടുന്നുണ്ട്. ആ രാജ്യത്തുണ്ടാകുന്ന പ്രതിസന്ധി വരാൻ പോകുന്ന ഭാവിയിൽ വളരെ സങ്കീർണമായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തിക തകർച്ച അമേരിക്കക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. പിന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണപക്ഷവും പ്രതിപക്ഷവും വേണ്ട വിധത്തിൽ തങ്ങളോട് സഹകരിക്കുന്നില്ല എന്നുള്ളൊരു നിലപാടിലും ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് കൂട്ടി വായിക്കുന്ന സമയത്ത് ഒരു കാര്യം കൃത്യമാണ്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു ആധിപത്യം ഉണ്ടാക്കിയിട്ട് യുദ്ധത്തിൽ നിന്ന് വിരാമം വരുത്തുക എന്നുള്ളത് അവരുടെ ആഗ്രഹമാണ്, അവരുടെ ലക്ഷ്യമാണ്, അവരുടെ സ്വപ്നമാണ്. പക്ഷേ അത് സാധൂകരിക്കാത്തതാണ് എന്നുള്ളത് ചുരുക്കം. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ്, ആ നിലനിൽപ്പിന് വേണ്ടിയിട്ടും രാജ്യത്ത് ഇപ്പം നിലനിൽക്കുന്ന ഭരണ സംവിധാനം തകരാതിരിക്കാനും അറ്റ കൈവരെ പ്രയോഗിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്കയെ സഹായിക്കുന്ന മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നത്. പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്, ഈ മേഖലയിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ തിരിച്ചടി ഭയാനകരമായിരിക്കും എന്നവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും വലിയ രീതിയിലുള്ള പേടിയിലാണ്. ഇറാനെ വലിയ രീതിയിൽ പേടിക്കുന്നു. അത് അറേബ്യൻ രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളുമല്ല, ഈ വടക്കൻ അമേരിക്കൻ രാജ്യങ്ങൾ പോലും, യൂറോപ്യൻ രാജ്യങ്ങളിലെ വലിയൊരു വിഭാഗവും യഥാർത്ഥത്തിൽ ഇറാൻ്റെ നിലപാടിനോട് യോജിക്കുന്നു. അമേരിക്കക്ക് പകരം ഒരു ബദൽ സംവിധാനം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രധാനമായിരിക്കുന്ന പോയിൻ്റായിട്ട് വിലയിരുത്തുന്നത്.
അതിൽ പിന്തുണ നൽകുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായിരുന്നാലും സങ്കീർണമായിരിക്കുന്ന ഈ സ്ഥിതിയിൽ അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ മുന്നേറിക്കൊണ്ട്, അതായത് അമേരിക്കയുടെ ഒരു ആധിപത്യം ഉണ്ടാക്കിക്കൊണ്ട് അവർ തങ്ങളുടെ അമേരിക്ക ലോകത്തിലെ ഏറ്റവും ശക്തരായിരിക്കുന്ന സൂപ്പർ പവറുള്ള രാജ്യമാണ് എന്ന് ലോകത്തോട് കാണിക്കാൻ വലിയ ശ്രമങ്ങൾ അമേരിക്ക നടത്തുന്നുണ്ട്. പക്ഷേ ആ ശ്രമത്തിലൊന്നും വേണ്ട രീതിയിൽ വിജയം കാണുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു നിരാശയും അമേരിക്കക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ നല്ല ഇനി വരാൻ പോകുന്ന ഭാവിയിൽ ഏതൊക്കെ തരത്തിലായിരിക്കും വീണ്ടും ഇറാനും അമേരിക്കയും ഏറ്റുമുട്ടുക എന്നുള്ളത് തുടർ ദിവസങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.